ഞാനും അച്ഛനും കുഞ്ചുറും ഇന്ന് പറൂർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടൂനും അമ്മേനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കുറെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ വരുന്നില്ല പറഞ്ഞു. അപ്പൊ ഉണ്ടൂനും അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാളും മടിയിലിരുന്ന് അടി കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കൊന്ന സമയത്ത് ആരെങ്കിലും ഒരാളെ കൂട്ടാറില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞാൽ കാലി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മമ്മ രണ്ടാളെയും കാണണമെന്ന് കുറെ നാളായിട്ട് പറയുന്നു. പക്ഷെ രണ്ടാളെയും കൂട്ടിയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായില്ല. ഒരാളെ മാത്രം കൂട്ടിയിട്ട് പോയതിന് അമ്മമാരെ കുറെ പരാതിയും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമി അമ്മമ്മയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീനിയും മാമനും ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ നാളിന് ശേഷം കുഞ്ചുറിനെ കൈമക്കത്തിന്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ മാമി. കുറെ നേരം കുഞ്ചുറും മാമിയുടെ ഒക്കെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാമി ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ പണി. ഇടക്കിടക്ക് ഓരോ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ചുറു മാമിക്ക്. മുട്ടലഴിയാൻ തുടങ്ങി പിന്നെ ആദ്യമായിട്ട് കേട്ടോ മാമി ഇവിടെ കാണുന്നത്. അവിടെ കുറച്ചേരം പുക റെഡി നിൽക്കുമ്പോഴത്തേന് ശ്രീനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അധികം നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവരോട് താറ്റിയും പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വളപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തോടായിട്ട് ഇത്. ഈ തോട് കാണുമ്പോൾ എനിക്ക് ചില ആൾക്കാർക്ക് നല്ലപോലെ മിസ് ചെയ്യും. കാടൊക്കെ പിടിച്ച് മുരുക്കും മുള്ളൊക്കെ വീണ് കിടന്ന ഈ തോട് വെട്ടി വൃത്തിയാക്കി ഈ ഒരു നിലയിൽ ഫസ്റ്റ് ആക്കി എടുത്തത് ഞാൻ ശില്പിയായിരുന്നു കേട്ടോ. പക്ഷേ അധിക നാളൊന്നും നമുക്ക് ഇതിനകത്തൊന്നും കുളിക്കാനോ ആക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഇത് നമ്മുടെ കവുന്തോട്ടാട്ടോ. അടക്കൊക്കെ ഇങ്ങനെ മൂക്കുന്നതിന് മുന്നേ തന്നെ വീണ് നാശമായി പോകുന്നതിന്റെ സങ്കടത്തിലായിരുന്നു. പിന്നെ ഇടയിൽ കണ്ടത് നമ്മുടെ കാന്താരി തോട്ടാണ് കേട്ടോ. നമ്മൾ പോകുമ്പോഴത്തേന് അച്ഛൻ നമ്മളീ മീറ്റ് ചെയ്ത് പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇറ്റാട് കിച്ചണിലേക്ക് പായുന്ന കണ്ടിട്ട് പുറകെ പോയി നോക്കിയായിരുന്നു. അപ്പോഴത്തേനും ചക്കക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലേക്ക് തന്നവിടെ വന്ന് പാർസലാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. നമുക്ക് കുഞ്ഞിനെ കണ്ടിട്ട് വിടാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിനിടയിൽ അച്ഛൻ വണ്ടി റിവേഴ്സ് എടുത്ത് റോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആ ഒരു പൂ നട്ടിട്ടാണ് കേട്ടോ ആ ഒരു ചെടി ഉണ്ടാകുന്നത്. കഴിഞ്ഞ് അമ്മേനോട് താറ്റ ബൈബിയൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് പോയിട്ടാ.